18ാമത്തെ അടവെന്ന് പറയുന്നത് അത് ശരിക്കും എന്താ? അത് ഓരോ കളരി, ഞാൻ പറഞ്ഞില്ല, ഇപ്പം തെക്കൻ, വടക്കൻ, തുളുനാടൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കളരികളുണ്ട്. ഓരോ കളരിക്കും ഓരോ അടവെന്ന് വെച്ചാൽ അത് തീരില്ല. കളരി ഒരിക്കലും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന തീരുന്നതല്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും തോറും കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ അതിന് വേറെ ഉണ്ടാവും, അതിന് വേറെ സൈഡ് ഉണ്ടാവും. കാലത്തിനൊത്തും കളരിയിലും മാറ്റങ്ങൾ വരും. അത് ചുവട് പഠിക്കുന്നവരും വടിവുകൾ ചെയ്യുന്നതിൻ്റെ അകത്തും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന സമയത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും കളരി ഒന്നും പെട്ടെന്ന് പഠിച്ച് നമ്മൾ പഠിച്ചു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കളരിയെ പോസിറ്റീവായിട്ടുള്ള അതായത് നെഗറ്റീവായിട്ട് സമീപിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, വേറെ ഒരു വശം വെച്ചിട്ട് കളരി എല്ലാ മർമ്മങ്ങളുടെ സ്ഥാനമൊക്കെ പഠിച്ച് ഒരാളെ ചിലപ്പോൾ അപായപ്പെടുത്താൻ ഇൻഡ്യൂഷൻ വെച്ചിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്ന അതിൻ്റെ ഒരു, ഇപ്പം അമ്പലം എന്ന് പറഞ്ഞില്ലേ, ഇപ്പം വിശ്വാസിയാണെന്ന് വിശ്വസിച്ചു എന്ന് പറഞ്ഞ പോലാണ്. നിങ്ങൾക്ക് അമ്പലത്തെ പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാം. ഒരാൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ചെയ്യാം, നന്നാകാനും ചെയ്യാം എന്ന് പറഞ്ഞാലാണ്. കളരീനെ നിങ്ങൾ എങ്ങനെ കാണുന്നു അത് നിങ്ങൾക്ക് തിരിച്ചറിയാം. നിങ്ങൾക്കൊരു വ്യായാമം ചെയ്യുന്നൊരു സ്പേസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ വ്യായാമം ചെയ്ത് വേർത്ത് പോവാം. അല്ലെങ്കിൽ അതൊരു നിങ്ങളുടെ ഒരു ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കാമായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അങ്ങനെയാവാം. അല്ല, ഇത് അതിനെ ഭയങ്കര സ്പിരിച്വലായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് വരാം. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, നിങ്ങൾ എന്തിനെ എങ്ങനെ കാണുന്നു നിങ്ങൾക്കത് തിരിച്ച് തരും.